ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും നമ്മുടെ ഒരു ബ്യൂട്ടി വ്ളോഗ് ഡേ എത്തിയിരിക്കുന്നു. ഒരുപാട് ബുധനാഴ്ചകൾ കടന്നുപോയി, എന്നാലും വീണ്ടും ഒരു ബുധനാഴ്ച വരുന്നു നമ്മൾ ബ്യൂട്ടി വ്ളോഗ് റീസ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് വേറെ അധികം വെയിലൊന്നും കൊള്ളുന്നില്ല. എങ്കിലും നമ്മൾ വീട്ടിലിരിക്കുമ്പോഴാണല്ലോ കൂടുതൽ നമ്മുടെ സ്കിന്ന് ഹെയറൊക്കെ നമ്മൾ സൂക്ഷിക്കാനായിട്ടുള്ളൊരു ടെൻഡൻസി. മറ്റ് സമയക്കുറവ് കൊണ്ട് പല കാര്യങ്ങളും നമ്മുടെ കാര്യങ്ങൾ പുറകോട്ട് പോകും, മാറ്റി വയ്ക്കും. ഞാൻ നിങ്ങളോട് പല കാര്യങ്ങളും പറയാറുണ്ടെങ്കിലും അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറയും. എൻ്റെ കാര്യം വരുമ്പോൾ ഞാൻ ചിലപ്പോൾ അത്രത്തോളം ചെയ്യുന്നുണ്ടാവില്ല. കാരണം അത് എപ്പോഴും സമയക്കുറവാണ്, അല്ലെങ്കിൽ അതിനെപ്പോഴും ഒരു നമ്മൾ പിന്നിലേക്ക് വയ്ക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ, ആ ഒരു രീതിയാണ്. പക്ഷേ ഇപ്പം എനിക്ക് ഇഷ്ടംപോലെ സമയം, ഒരു മാസമായിട്ട് ഞാൻ എന്നെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് നടക്കുകയാണ്, എന്നെ മാത്രം ഫോക്കസ് ചെയ്ത് നടക്കുകയാണ്, സെൽഫ് കെയറിൻ്റെ അങ്ങേ അറ്റത്ത് നിൽക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നും കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അപ്പോൾ അതിൽ കുറച്ചൊക്കെ ഞാൻ നിങ്ങളുമായിട്ടും കൂടി ഷെയർ ചെയ്യാം. ഇതുവരെ കാണിച്ചിട്ടില്ലാത്തൊരു പുതിയ ഒരു എന്താ പറയുക, ഒരു ഫേസിലിടാൻ പോകുന്ന ഒരു കാര്യമാണ് ഒരു പാക്ക്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാർലി പൗഡർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ബാർലി വെള്ളം ഞാൻ കുടിക്കുന്നുണ്ടായിരുന്നു, ബാർലി വാട്ടർ. അപ്പോൾ ബാർലി പൗഡറും വാങ്ങാൻ കിട്ടും, പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും ബാർലി പൗഡർ. അത് വാങ്ങിച്ചിട്ട് നമ്മൾ മുഖത്ത് തേക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന്, മുഖം മാത്രമല്ല എനി പ്ലേസ് സ്കിന്നിൽ, കഴുത്തിലും മുഖത്തുമൊക്കെ തേച്ചാൽ ഒരുപാട് സ്കിൻ ബെനിഫിറ്റ്സ് ഉണ്ട്. പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ മുഖത്ത് എന്തെങ്കിലും ചെറിയ മുറിവുകളോ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ, സ്കാർസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം എന്തെങ്കിലും ഡാമേജ് മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിപ്പയറായി വരും. പിന്നെ ആക്നെയുടെ പാടുകൾ, പിമ്പിൾ സ്പോട്ട്സ്, ബ്ലാക്ക് സ്പോട്ട്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫെയ്ഡായിട്ട് വരും. ഇതിനകത്ത് ധാരാളം സിങ്കിൻ്റെ പ്രോപ്പർട്ടി ഉണ്ട്. ആ സിങ്കിൻ്റെ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ദാറ്റ് ഈസ് ഈ ഹീലിംഗ് സ്കിന്നിനെ ഭയങ്കരമായിട്ട് ഓവറോൾ സ്കിൻ ഹെൽത്ത് കൂട്ടും. അപ്പോൾ ഒരു ഹെൽത്തി സ്കിന്നാക്കി തരും ആ സിങ്കിൻ്റെ പ്രവർത്തനം കൊണ്ട്. ഇങ്ങനെ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നടക്കും. എന്തൊക്കെ റിപ്പയർ വർക്ക് ഉണ്ടെങ്കിലും അതെല്ലാം നടന്നു കിട്ടും, നമ്മുടെ സ്കിന്നിനെ സംരക്ഷിച്ച് തരും സിങ്കിൻ്റെ പ്രസൻസ്. പിന്നെ വേറൊരു പ്രധാന കാര്യം സെലിനിയം എന്ന് പറയുന്നൊരു കാര്യവും ഇതിനകത്ത് ധാരാളമായിട്ടുണ്ട് ബാർലി പൗഡറിൽ. അതിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ സ്കിന്നിൽ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ബാർലി പൗഡർ അപ്ലൈ ചെയ്താൽ കിട്ടുന്നൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി വളരെയധികം ഇമ്പ്രൂവ് ചെയ്ത് കിട്ടും. സ്കിന്ന് നല്ല ഇലാസ്റ്റിക്കായി ഇരിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ ഭയങ്കരമായിട്ട് സ്കിന്നിൻ്റെ ആ ടെക്സ്ചർ, സ്കിന്ന് നല്ലതായിട്ട് ടോൺഡായിട്ടിരിക്കും, നല്ല ടോൺഡ് സ്കിന്നായിരിക്കും. പിന്നെ അങ്ങനെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഫ്രീ റാഡിക്കൽസിൻ്റെയൊക്കെ നമ്മൾ പറയില്ലേ, ഈ സൂര്യതാപം, അന്തരീക്ഷത്തിൻ്റെ മലിനീകരണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഫ്രീ റാഡിക്കൽസിനെ അട്രാക്റ്റ് ചെയ്യുന്ന കാര്യം. അപ്പോൾ നമുക്ക് ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഒരു സ്റ്റേജിലേക്ക് പോകുന്നത് ഈ ഫ്രീ റാഡിക്കൽസിൻ്റെ പ്രസൻസ് കൊണ്ടാണ്, അതിൻ്റെ അമിതമായ പ്രസൻസ് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ ഫ്രീ റാഡിക്കൽസ് അധികം നമ്മുടെ സ്കിന്നിൽ ബാധിക്കാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനമായിരിക്കും ഈ ബാർലി പൗഡർ നമ്മൾ മുഖത്ത് ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്താൽ. അതായത് നമുക്ക് ചുറ്റുമുള്ള പൊല്യൂഷൻ, സൂര്യതാപം, സൂര്യനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം നിന്ന് നമുക്കൊരു മോചനം കിട്ടും. ഭയങ്കര പ്രിവെൻറ്റീവാണ് സെലിനിയത്തിൻ്റെ പ്രസൻസ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സെലിനിയം, സിങ്ക് ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. നല്ല ഒരു ബ്രൈറ്റനിങ് ആൻഡ് വൈറ്റനിങ് പ്രോപ്പർട്ടി ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഈ എന്താ പറയുക, ഒരുപാട് ഫെയ്ഡായിരിക്കുന്ന സ്കിന്നാണെങ്കിൽ, അതായത് മങ്ങിയിരിക്കുകയാണെങ്കിൽ, ഒരുപാട് വെയിലൊക്കെ കൊണ്ട് അങ്ങനെ ഒരു കരിവാളിപ്പം എന്നൊക്കെ പറയും, നമ്മളൊരു മങ്ങൽ ഒക്കെ വരികയാണെങ്കിൽ അതെല്ലാം മാറി നല്ല ഫ്രഷാകും, നല്ല ബ്രൈറ്റ് ആൻഡ് വൈറ്റനിങ് സ്കിന്നായിട്ട് മാറും. നമ്മുടെ ഒറിജിനൽ കളറിലേക്ക് നമ്മൾ തിരിച്ചു പോകും. അപ്പോൾ നല്ലൊരു സ്കിന്ന് ഓവറോൾ ഒരു ഹെൽത്തി സ്കിന്നാക്കി മാറ്റും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതെല്ലാം മാറും. അതിനോടൊപ്പം അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത്, ബാർലി പൗഡർ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടും, പാക്കറ്റിൽ അല്ലെങ്കിൽ കുപ്പിയിലൊക്കെ കിട്ടും. ബാർലി പൗഡറിനോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടി ചേർക്കും. അത് വെറുതെ വെള്ളത്തിൽ വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് മുഖത്ത് തേക്കാം. പിന്നെ പാല് നമ്മുടെ സ്കിന്നിന് ഓക്കെ ആണെങ്കിൽ കുറച്ച് പാലിൽ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു പേസ്റ്റ് ആക്കിയിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ തൈര്, എനിക്ക് തൈര് എൻ്റെ സ്കിന്നിന് വളരെയധികം ചേരുന്നൊരു കാര്യമാണ്. എല്ലാവർക്കും ചിലപ്പോൾ തൈര് ചേരണമെന്നില്ല, എല്ലാവർക്കും പാല് ചേരണമെന്നില്ല. നിങ്ങളുടെ സ്കിന്നിന് എന്താണ് ചേരുന്നത്, ഇത് രണ്ടും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ വെള്ളത്തിൽ മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ റോസ് വാട്ടറിൽ മിക്സ് ചെയ്ത്, ഏതാണെങ്കിലും കുഴപ്പമില്ല, ഏത് മാധ്യമം വേണമെങ്കിലും ഉപയോഗിച്ചോളൂ. ഞാൻ എന്തായാലും കേർഡാണ് ഉപയോഗിക്കുന്നത്, യോഗട്ട്. അത് തൈര് ഇച്ചിരി ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒരുപാട് ഗുണമാണല്ലോ. തൈരെന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് സാധനം, ഭയങ്കര ലൈറ്റനിങ് ആണ്. നമുക്ക് ഈ എന്താ പറയുക, സൂര്യതാപത്തിൻ്റെ കാര്യങ്ങളും അല്ലെങ്കിൽ സൺബേൺ ആയിരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും, നമ്മൾ വെയിലത്തുനിന്ന് വരികയാണെങ്കിലും അതെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ടാനൊക്കെ മാറാനായിട്ട് നമ്മുടെ തൈര് സഹായിക്കും. അതുകൊണ്ട് തന്നെ തൈരിനെ ഞാനൊരു പ്രധാന മാധ്യമമായിട്ട് കരുതുന്നത് ദിസ് ഇസ് തൈര്. ഓക്കെ, തൈര് എനിക്ക് അകത്ത് കഴിക്കാനും ഇഷ്ടമാണ്, പുറത്ത് ചിലപ്പോൾ അപ്ലൈ ചെയ്യാനും ഇഷ്ടമാണ്, എല്ലാത്തിനും ഇഷ്ടമാണ്. അപ്പോൾ ഞാനൊരു പേസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നു. അപ്പോൾ ഒരു ബൗളിലേക്ക് ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ, ഓക്കെ, 1 ടേബിൾ സ്പൂണാണ്, ഞാൻ ഫുൾ എടുത്തില്ല, അതുകൊണ്ട് ഇച്ചിരി കൂടെ എടുക്കുന്നു. 1 ടേബിൾ സ്പൂൺ ബാർലി പൗഡർ എടുത്തു, പൗഡർ ഫോമിൽ. എന്നിട്ട് ഇതിനകത്തേക്ക് ഇതിപ്പോൾ 1 ടേബിൾ സ്പൂൺ കഴുത്തും എല്ലാം കൂടി ചേർത്താണെങ്കിൽ 1 ടേബിൾ സ്പൂൺ, ഓക്കെ, അല്ലെങ്കിൽ അത്രയും ആവശ്യം വരില്ല.
ഇതിപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ എടുത്തുവെന്നേ ഉള്ളൂ, നിങ്ങളെ കാണിച്ചു തരാനല്ലേ, അതുകൊണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തൈര്, ഒരുപാട് പുളിയുള്ള തൈരല്ല, ഒരു മീഡിയം. ഞാൻ പറഞ്ഞല്ലോ തൈരിന് പകരം പാല് യൂസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ പനിനീരോ വെള്ളമോ എന്തായാലും കുഴപ്പമില്ല. മിക്സ് ചെയ്തൊരു പേസ്റ്റാക്കി എടുക്കും. കൺസിസ്റ്റൻസി നോക്കിയിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാകുന്ന പോലെ. അതിന് തൈരിന് ഞാനൊരു കണക്ക് പറയുന്നില്ല. ഓക്കെ, തൈരല്ല മോരാണെങ്കിലും കുഴപ്പമില്ല, മോരായിട്ടാണെങ്കിലും എന്തായാലും ഇതൊരു പേസ്റ്റാക്കി എടുക്കും. ഇതൊക്കെ നല്ല തിക്കാണ്, ഇച്ചിരി കൂടെ ഒന്ന് കുറച്ചുകൂടി ഒന്ന് ലൂസാണ്. അങ്ങനെ വീട്ടിലിരുന്ന് പല കാര്യങ്ങളും ചെയ്ത് പരീക്ഷണങ്ങൾ തന്നെയായിരുന്നു, മുഖത്തും തലമുടിയിലും ഒക്കെ. തലമുടിക്ക് കുറച്ച് നീളമൊക്കെ വെച്ചു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മുടി വെട്ടാനുള്ള സമയമായി. ഒത്തിരി നീളം വെച്ചു എന്ന് തോന്നുന്നു, ഭയങ്കരമായിട്ട് ലോങ് ആയി. പക്ഷേ താഴോട്ടൊന്നും വലിയ തിക്നെസ് ഇല്ല, ലെങ്ത് വൈസ് നന്നായിട്ട് മുടി പൊഴിച്ചിലൊക്കെ കുറേ കുറഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല ഹെൽത്തി ഫുഡല്ലേ കഴിക്കുന്നുണ്ട്. ഇനി തലമുടിയൊക്കെ ഒന്ന് വെട്ടണം, കുറേ ജോലിയുണ്ട്. പുറത്തിറങ്ങുന്നതിന് മുമ്പേ ഒരുപാട് എന്താ പറയുക, ബിസി ആവുന്നതിന് മുന്നേ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണം. നോക്കിക്കോളൂ, ഇതൊരു പേസ്റ്റ് രൂപത്തിൽ ആക്കി തരും. ഓക്കെ, ഇനി ഇത് മുഖത്ത് അപ്ലൈ ചെയ്യും. സിമ്പിൾ, അത്രയാണ്. സാധാരണ ഏതൊരു ക്രീമും മുഖത്തൊരു ഫേസ് പാക്ക് നമ്മൾ ഇടില്ല, അതുപോലെ തന്നെയാണ്. വളരെ ജനറസ് ആയിട്ട് വരട്ടിക്കോളൂ കേട്ടോ, നല്ല തിക്കായിട്ട്, ഒട്ടും കുറയ്ക്കണ്ട, നല്ല തിക്കായിട്ടൊരു പേസ്റ്റായിട്ട്. ഫ്രിഡ്ജിൽ വെച്ചിരുന്ന തൈരാണ്, അപ്പോൾ നല്ല തണുപ്പും കിട്ടും. കൂളി. ഫുൾ ഫേസിലിട്ട് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ, തിന്നല്ല, നല്ല കട്ടിക്ക് ഇട്ടിട്ടുണ്ട്, നല്ല ജനറസ് എമൗണ്ട് തന്നെ ഇട്ട്. ഇനി ഇതൊന്ന് ഉണങ്ങട്ടെ, ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ മാക്സിമം ഇത് വെച്ചിരുന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് ചെറു ചൂടുവെള്ളത്തിൽ ഇത് തുടച്ചെടുക്കുക, എന്നിട്ട് നന്നായിട്ട് മുഖം വാഷ് ചെയ്യുക. അപ്പോൾ വെയിറ്റ് ചെയ്യട്ടെ കുറച്ച് നേരം, എന്നിട്ട് വരാം. ആ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഇപ്പോൾ എല്ലാം ഓൾമോസ്റ്റ് ഡ്രൈ ആയി കഴിഞ്ഞു. ഒരു 15-20 മിനിറ്റ്സ് കഴിഞ്ഞു ആക്ച്വലി. ഇനി ഒരു സൈഡ് തുടങ്ങും. ഓക്കെ, ചെറുതായിട്ടൊന്ന് വെറ്റാക്കിയിട്ട് ഡ്രൈ ആയ ഭാഗമൊക്കെ ഒന്നുകൂടി ഒന്ന് വെറ്റാകട്ടെ. ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ആദ്യം ഒന്ന് വെറ്റാക്കിയിട്ട് നമ്മളിങ്ങനെ എടുക്കും. കുറച്ചിങ്ങനെ സ്റ്റിക്കി ആയിട്ടിരിക്കും, പെട്ടെന്ന് ആകെ വരില്ല കേട്ടോ, ഇച്ചിരി കുഴഞ്ഞ പോലെ ഇരിക്കും. കുഴപ്പമില്ല, നല്ലതായിട്ട് കുതിർത്ത് ചെയ്താൽ മതി. കുഞ്ഞിൻ്റെ വെറ്റ് ടിഷ്യൂ എടുത്തിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്, അതിൽ വെള്ളത്തിൽ മുക്കിയിട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് പാല് പോലെയായി പോട്ടെ. മാവ് ഇങ്ങനെ കലങ്ങിയിട്ട് ഇനി വേറെ കുറച്ച് ഫ്രഷ് വാട്ടർ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കോട്ടൺ വൈപ്സ് എടുത്തു. സെക്കൻഡ് റൗണ്ട് ഓഫ് ക്ലീനിങ് നല്ലതായിട്ട് തുടച്ചെടുക്കാം. ഒരു ഫ്രഷ് ലുക്ക് വന്നില്ലേ, എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത് ശരിക്കും നെക്കിലും കൂടി ഇടേണ്ടതാണ്. എനിക്കിപ്പോൾ നെക്കിലിട്ട് കഴിഞ്ഞാൽ ക്ലീനിങ് ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ് നെക്കിലിടാത്തത്. യെസ്, മുഖം നല്ല ക്ലീൻ ഫ്രഷ് ബ്രൈറ്റൻഡ് ലുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ടാനൊക്കെ ഉണ്ടായിരുന്ന എല്ലാം മാറി. കുറച്ച് ടാൻ ഞാൻ വീട്ടിനകത്ത് തന്നെയാണ് ഇരിക്കുന്നതെങ്കിലും കുറച്ചൊക്കെ ടാൻ ആകും, കാര്യം മുറ്റത്തൊക്കെ ഇറങ്ങുമല്ലോ ഈ ചൂട് സമയത്ത്, അറിയാമല്ലോ എങ്ങനെയാണ് അവസ്ഥ. ഇതൊരു റഫായിട്ട് വാഷ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ വാഷ് ബേസിനിൽ പോയിട്ട് നന്നായിട്ട് വീണ്ടും കഴുകും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ സെറ്റായി. ഓക്കെ, എൻ്റെ മുഖം നന്നായില്ലേ, കുറച്ചുകൂടെ ബെറ്റർ ആയില്ലേ. അപ്പോൾ നല്ലൊരു കൂൾ ഫീൽ, എന്നിട്ട് തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായി. കുറച്ചുകൂടി ദാറ്റ് നമ്മുടെ ടെക്സ്ചർ എന്താണോ അതിനെക്കാട്ടിലും
ബെറ്റർ ടെക്സ്ചർ കിട്ടും. ഇതൊരാഴ്ചയിൽ 2-3 ദിവസമൊക്കെ ചെയ്യുന്നതിൽ തെറ്റില്ല. ഇടയ്ക്ക് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ വേണമെങ്കിലും ചെയ്യാം. നല്ല എഫക്റ്റ് ആയിരിക്കും. നിങ്ങൾ ചെയ്ത് നോക്കൂ. ശരിക്കും നല്ല എന്താ പറയുക, ഫേസ് നല്ല ബ്രൈറ്റൻഡ് ആകും, നല്ല തിളക്കം ഉണ്ടാകും. പിന്നെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റിയൊക്കെ ഗ്രാജുവലി കൂടും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഡാമേജൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറും. പിന്നെ ആക്നെയും പിമ്പിൾസിൻ്റെയൊക്കെ സ്കാർ ഉണ്ടെങ്കിൽ പതുക്കെ ഫെയ്ഡാകും. ഡാർക്ക് സ്പോട്ട്സ് ഫെയ്ഡാകും. അപ്പോൾ ഈ പിഗ്മെൻറ്റേഷനും ഒക്കെ ഒരു പരിധി വരെ ഫെയ്ഡായി വരും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ. അപ്പോൾ ഇതിൽ സിങ്കും സെലിനിയം ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഇത്രയും ഇഫക്റ്റീവായിട്ട് കിട്ടുന്നത്. ഓക്കെ അല്ലേ? റെഡിയായി. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ നെയിൽ പോളിഷ് ഒന്നും ഇടുന്നില്ലായിരുന്നു, എല്ലാം കുളമായി കിടക്കായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം സെറ്റായി. വീണ്ടും ഞാൻ നെയിൽ പോളിഷൊക്കെ നീറ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇനി നമ്മളെപ്പോഴും ഗ്രൂംഡായിട്ടിരിക്കണം എന്ന് ഞാൻ പറയില്ല സാധാരണയായിട്ട്. അപ്പോൾ ഈ വയ്യാണ്ട് വീട്ടിൽ ഇരുന്ന സമയത്ത് അത്ര ഗ്രൂംഡൊന്നും അല്ലായിരുന്നു. അപ്പോൾ ഫോക്കസ് മുഴുവൻ കാലിലും നടുവിനും ഒക്കെ ആയിരുന്നു. പക്ഷേ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരു ഫോക്കസ് ഞാൻ കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ഇൻ്റർമീഡിയൻ്റ് ഒക്കെ ചെയ്തതും. അതല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. മാത്രമല്ല ഇത് കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ട് നല്ല ഹെൽത്തി വേ ഓഫ് ഈറ്റിങ് ഞാൻ നിങ്ങൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടിന്യൂ ചെയ്യാണ്. ഇപ്പോൾ എപ്പോഴും അത് പറ്റുമെന്ന് വെച്ചാൽ ചിലപ്പോൾ പറ്റണം എന്നില്ല. കാര്യം ഞാൻ ഫുഡ് വ്ളോഗ്സ് ചെയ്യുന്ന ആളാണ്. സ്വാഭാവികമായിട്ട് ഞാൻ പുറത്ത് പോയി റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് എന്തായാലും കുറച്ച് ഡാമേജസ് ഉണ്ടാകും. ഓക്കെ, എന്നും കഴിക്കുന്ന ആളാണെങ്കിൽ ഇത് പ്രശ്നമാണ്. പക്ഷേ അതേസമയം ഞാൻ വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിയന്ത്രണം കൊണ്ടുവരികയും ഇപ്പോൾ കഴിക്കുന്ന പോലെ വെജിറ്റബിൾസും പ്രോട്ടീനായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ മാത്രം, ഫ്രൂട്ട്സൊക്കെ വീട്ടിൽ നിന്ന് കഴിക്കുക. ബാക്കി പുറത്തുനിന്ന് കഴിക്കുന്ന ആ ഭക്ഷണത്തിൻ്റെ ഒരു ഇടയ്ക്കൊന്നും അല്ലല്ലോ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി കഴിക്കേണ്ടി വരില്ലേ. ഓരോ റെസ്റ്റോറൻറ്റ്സും പല ഭക്ഷണം, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും. അപ്പോൾ ആ ഒരു എക്സ്ട്രാ നമുക്ക് എന്തായാലും കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ പോലും ഇങ്ങനത്തെ ഈ ഭക്ഷണം ഞാൻ കണ്ടിന്യൂ ചെയ്താൽ മതി. പ്ലസ് നിറച്ചെന്താ പറയുക, ഞാൻ ഒന്ന് കോൺഷ്യസ് ആയാൽ മതി കഴിക്കുന്നത്. ഞാൻ ഈ പുറത്ത് പോയി കഴിക്കുമ്പോഴും നമ്മുടെ ഫുഡ് വ്ളോഗ്സിന് വേണ്ടി ഞാനിതൊക്കെ ചെയ്യുമ്പോഴും ഞാൻ അങ്ങനെ ഫുള്ള് കഴിക്കാറില്ല. ആക്ച്വലി എല്ലാം ഇച്ചിരി ടേസ്റ്റ് ചെയ്യുള്ളൂ. കാണുന്നവർ എനിക്ക് ഇത്രയും ചേച്ചി കഴിച്ചോ എന്ന് എന്നോട് ചോദിക്കാറുണ്ട് കമൻറ്റ് ബോക്സിൽ നിന്ന്. എനിക്കത് പറയുന്നത് ശരിയല്ല, ഞാൻ അത്രയൊന്നും കഴിക്കാറില്ല. എൻ്റെ കൂടെ ആൾക്കാരുണ്ട്, അവരെല്ലാം കഴിക്കും. ഞാൻ ഇച്ചിരിയൊക്കെ ടേസ്റ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാതെ കാര്യമായ കഴിക്കലൊന്നും ഞാനതിൽ ചെയ്യാറില്ല. പിന്നെ സ്വീറ്റ്സ് കഴിക്കൽ ഇച്ചിരി കൂടുതലായിരുന്നു. അതാണ് ഇപ്പോൾ ടോട്ടലി ഞാൻ സ്വീറ്റ്സ് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പുറത്തിറങ്ങി തുടങ്ങുമ്പോൾ ചെറുതായിട്ടൊക്കെ കഴിക്കും കേട്ടോ. എൻ്റെ ആഗ്രഹം എനിക്ക് നിർത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എനിവേ അത് വളരെ ലിമിറ്റഡായിട്ടേ ഞാൻ ചെയ്യുള്ളൂ. അങ്ങനെ കുറേ പ്രോമിസസ് ഞാൻ എനിക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും സന്തോഷം. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട്, എനിക്ക് വീണ്ടും ബ്യൂട്ടി വ്ളോഗും നമ്മുടെ മോട്ടിവേഷണൽ വീഡിയോസും ഒക്കെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ സന്തോഷം. പിന്നെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ കുക്കിംഗ് വ്ളോഗ്സ്, ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ഇങ്ങനെ വരുന്നുണ്ടാവും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ. ട്രാവൽ വ്ളോഗ്സ് നെക്സ്റ്റ് വീക്ക് തൊട്ട് ഞാൻ ഷൂട്ട് ചെയ്ത് കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അത് നമുക്ക് വീണ്ടും തുടങ്ങണം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും കാത്തിരിപ്പും എല്ലാം എന്നെ ഒരുപാട് എന്താ പറയുക പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എന്നെ ഒരുപാട് ഭയങ്കര ടച്ചിങ്ങാണ്, പറയാതിരിക്കാൻ പറ്റില്ല. ചേച്ചിന്ന് ആ ഒരു വിളി കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ചേച്ചി എത്രയും പെട്ടെന്ന് തിരിച്ചു വരണേ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്, ചേച്ചിയെ മിസ് ചെയ്തു ദിവസങ്ങളൊക്കെ എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. മനസ്സിനെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യും. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഭയങ്കര ഒരു പ്രൗഡാകും. നമുക്ക് ഇത്രയും നമുക്ക് സ്നേഹിക്കാൻ ആൾക്കാരുണ്ടല്ലോ. ആ ഒരു സ്നേഹം തൊട്ടറിയുന്ന അല്ലെങ്കിൽ തൊട്ടറിഞ്ഞ ദിവസങ്ങൾ തന്നെയാണ് ഇതെല്ലാം. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സന്തോഷവും പ്രാർത്ഥനയും സ്നേഹവും ഒക്കെ തന്നെയാണ് എൻ്റെ ഒരു ഊർജ്ജം. ഓക്കെ, അപ്പോൾ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇനിയും നമുക്ക് ബ്യൂട്ടി വ്ളോഗ്സും മറ്റ് വ്ളോഗ്സുമായിട്ടൊക്കെ വരാം. പറ്റുന്ന പോലെ മാക്സിമം ചെയ്യാം. എനിക്ക് അസുഖത്തിനെ പറ്റി നിങ്ങൾ ബോധറാകണ്ട, കാര്യം അതെല്ലാം ഏകദേശം അണ്ടർ കൺട്രോളാണ്. ഇനി ഞാൻ കുറച്ചുകൂടി സൂക്ഷിച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ നോർമൽ ലൈഫ് സ്റ്റൈലിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു.